ഉന്നേഷം നടക്കുന്നുണ്ട്. ജയിൽരാമേഷൻ നടക്കുന്നതിന്റെ ഭാഗമായി വലിയൊരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ജാസ്മിനും അഭിഷേകും തമ്മിലാണ് ഇന്നത്തെ വഴക്ക് നടക്കുന്നത്. വഴക്കിനുള്ള വിഷയങ്ങൾ പലതും ഓർക്കുന്നുണ്ട്. പഴയ കണ്ടന്റുകളെല്ലാം എടുത്തിട്ട് അതിൽ ചഞ്ഞും പിഞ്ഞുമായിട്ടുള്ള ബിഗ് ബോസ് ഫീലാണ് ഇന്ന് ലൈവിൽ കാണാൻ പോകുന്നത്. അഭിഷേക് പറയുന്നുണ്ട് ഇവിടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. അതൊരു പക്ഷേ ജാസ്മിൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത ഒരാൾ അഭിഷേക് ആയിരിക്കും. അതിന്റെ ഭാഗമായി അതിന്റെ മറുപടിയായിട്ടായിരിക്കും അഭിഷേകിന് കൊടുക്കുന്നത്. എന്താണെങ്കിലും ജാസ്മിന്റെ മുഖത്ത് നോക്കി പറയുന്നത് ഇവിടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. എല്ലാവരും എനിക്ക് ഒരുപോലെയല്ല. അതിന് മറുപടിയായി ജാസ്മിൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അഭിഷേക് ഈ ഗേറ്റ് നടന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. ബാക്കിയുള്ളവരൊന്നും ഇവിടെ വന്നിരുന്ന് വെറുതെ ഈച്ചയായിട്ട് ഇരിക്കാൻ വന്നതല്ല. അതിനിടയിൽ പിന്നീട് വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിൽ അഭിഷേക് ചോദിക്കുന്നുണ്ട് നീ ഗബ്രിയുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പറയുന്നത് സത്യമാണോ? എട്ടിലോട്ട് കൂടിയിട്ടാണ് ജാസ്മിൻ കേൾക്കുന്നത്. ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നെന്ന് അഭിഷേകിനോട് പറയുന്നുണ്ട്. നീ ഗബ്രിന് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ടാണ് അഭിഷേകിനോട് ജാസ്മിൻ പറയുന്നത് ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. അഭിഷേക് ജാസ്മിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നിന്നെ പോലുള്ള വ്യക്തികളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിനെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മുഖത്ത് നോക്കി പറയാണ്. പിന്നീട് ജാസ്മിനും അഭിഷേകും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കാണ്. ഇതിനിടയിൽ ബിഗ് ബോസ് എടുപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസ് എടുപ്പിട്ട് നോമിനേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷവും അഭിഷേകും ജാസ്മിനും തമ്മിൽ വലിയൊരു വഴക്കാണ് നടക്കുന്നത്. നുണയാ എന്നൊക്കെ വിളിച്ചോണ്ട് അഭിഷേകിന്റെ പിന്നാലെ ജാസ്മിൻ പോകുമ്പോൾ അഭിഷേക് പറയുന്നുണ്ട് നീ കണ്ടന്റിന് വേണ്ടി തിരയുകയാണോ? കണ്ടന്റിന് വേണ്ടി അടുത്ത ആളെ കണ്ടുപിടിക്കുക. ആ ആളെ കണ്ടുപിടിച്ച് വാഴച്ചോട്ടെ കൊണ്ടുപോയി എന്തെങ്കിലും ഉണ്ടാക്കുക. എന്നിട്ട് ഒരു 50 ദിവസം കഴിയുമ്പോൾ അയാളെ പുറത്താക്കുക. അത് കഴിഞ്ഞ് അടുത്തയാൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് പോവാണ്. അത് കേട്ട് സഹിക്കാനാവാതെ നീ എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചത് ജാസ്മിൻ പിന്നാലെ പോകുന്നുണ്ട്. തമ്മിൽ വലിയൊരു വഴക്ക് നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ മറ്റു കുടുംബാംഗങ്ങളൊന്നും തന്നെ ഇവരുടെ വഴക്കിൽ ഇടപെടുന്നില്ല. അഭിഷേക് ക്യാപ്റ്റനാണ്. ജാസ്മിന് ഈ വിഷയം എല്ലാവർക്കും ഇടയിൽ ഒരു പള്ളികളെ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഈ വിഷയത്തിൽ ഇടപെടുന്നതായിട്ട് കാണുന്നില്ല. പ്രശ്നം വഷളായി കഴിയുമ്പോൾ ഇടപെട്ടേക്കാം. രണ്ടാണ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിപ്പിച്ചേക്കാം. ഇത്തരത്തിലുള്ള വഴക്കാണ് ഇന്ന് ലൈവ് നടക്കാൻ പോകുന്നത്. ഇതാണ് പ്രൊമോ പരാമർശിക്കുന്നത്. ഇതിന് ടാസ്ക് നടക്കുന്നുണ്ട്, എല്ലാ മനുഷ്യൻ നടക്കുന്നുണ്ട്.